അൻവർ KV 4715 സമാധാന മതത്തിൽ അഴിഞ്ഞടാൻ അനുവദനീയം. എടോ, അഴിഞ്ഞടാനല്ല, അഴിഞ്ഞാടാൻ. അവിടെ ഒരു ദീർഘത്തിന്റെ കുറവുണ്ട്. എന്താ പറയാ ഞാൻ ഈ മോനോട്? അനുവദനീയം അല്ല. സമാധാന മതം വിട്ടാൽ പിന്നെ ഇഷ്ടം പോലെ അഴിഞ്ഞാടാലോ. വീണ്ടും എൻ്റെ മുത്തേ, ഇത് മദ്രസയിൽ പോയിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചാൽ ഇതാണ് പ്രശ്നം. സ്കൂളിൽ പോകണം വിട്ട സമയത്ത് മറ്റേ മാങ്ങ കെറിഞ്ഞിരുന്നാലും മീൻ പിടിക്കാനൊക്കെ പോയാൽ ഇങ്ങനെയായിരിക്കും കമൻ്റ് ഒന്നും ഇടുക. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കമൻ്റ് ഇടുമ്പോൾ ഗ്രാമറൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുട്ടി. ആയിഞ്ഞാടാലോ എന്ന് കരുതിയാണോ സമാധാന മതം വിട്ടത്? മറുപടി പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ ലൈനൊക്കെ വളരെ നല്ല, പണ്ട് കത്തെഴുതൂലേ, മറുപടി പ്രതീക്ഷിക്കുന്നു, മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, തരാം, മറുപടി തരാം. അങ്ങനെ എന്താണ് ഈ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ അഴിഞ്ഞടാൻ? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊന്ന് ഡിഫൈൻ ചെയ്യുമോ? കാരണം എനിക്കെന്താണ് ഈ അഴിഞ്ഞടം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഈ മറ്റേ ആയിഷ സഫ്വാൻ്റെ കൂടെ കുറച്ച് കാലം കറങ്ങിയിട്ടില്ലായിരുന്നു, അതാണ് അഴിഞ്ഞടാൻ എന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനത്തെ ഒരു സംഭവത്തിനാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ മതം വിട്ടത്. മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അൻവർ: ഹായ്, ഞാനൊരു Q&A പോസ്റ്റ് യൂട്യൂബിലിട്ടിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് തിയോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ആദ്യത്തെ ചോദ്യം: ഫുഡ് കഴിച്ചോ മോൾഡ്യൂസേ? അടിപൊളി ചേട്ടാ. ഞാനൊരു തീറ്റിപ്പണ്ടാരാണ്. എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളതാണ്. ഞാൻ 24 മണിക്കൂറും കഴിച്ചുകൊണ്ടാണ്. പിന്നെ ഈ മാസ്ക് ഇടുമ്പോൾ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചെറിയ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ട്രീം ചെയ്യുമ്പോഴും ഞാൻ കഴിച്ചേനെ. പാത്തു കമ്മിറ്റഡ് ആണോ? ഞാൻ ഈ യൂട്യൂബ് ചാനലിനോട് കമ്മിറ്റഡ് ആണ്. അടുത്ത ചോദ്യം: വിജു ഗു ഇത് പാരൻസ് ജനിച്ചപ്പെട്ട പേരാണോ അതോ നിങ്ങളൊരു 16 വയസ്സാകുമ്പോൾ ചൂസ് ചെയ്ത പേരാണോ? നല്ല പേര്. സ്വത്വബോധം വിടാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സമാധാന മതക്കാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. അടുത്ത ചോദ്യം: ഹെർമേനി ഗ്രേഞ്ചർ _D2L ഒരു മതവും പിന്തുടരാത്ത സ്വതന്ത്ര സ്ത്രീ ആയതിനാൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് നടത്തുന്ന ഏറ്റവും അലോസരപ്പെടുത്തുന്ന ധാരണ എന്താണ്? തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മതം വിട്ടത് എന്നുള്ളത്. അങ്ങനെ തോന്നിയ പോലെ ജീവിക്കാൻ അല്ല മതം വിടുന്നത്. വിവാഹത്തെ അർത്ഥവത്തായ ഒരു പ്രതിബദ്ധതയായിട്ടാണോ അതോ കാലഹരണപ്പെട്ട ഒരു മതപാരമ്പര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? വിവാഹത്തെയും മതത്തെയും കൂട്ടിക്കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. കാരണം വിവാഹം എന്ന് പറയുന്നത് ഒരു പാർട്ട്ണർഷിപ്പാണല്ലോ. ആ പാർട്ട്ണർഷിപ്പിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പാർട്ട്ണർഷിപ്പുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ആ മാരേജിലിരിക്കുന്ന 2 പേർക്കും ഈക്വലായിട്ട് റെസ്പോൺസിബിലിറ്റീസും ഈക്വൽ ബെനിഫിറ്റ്സും വേണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഒരാൾ മാത്രം ബെനിഫിറ്റ് ചെയ്യുമ്പോൾ അത് ചൂഷണമാണല്ലോ. അങ്ങനെ സ്റ്റഡീസ് കാണിക്കുന്നത് പാർട്ട്ണർഷിപ്പിൽ മിക്ക സമയത്തും അതിൽ ഒരു പാർട്ട്ണർ മാത്രം ബെനിഫിറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമായിട്ടാണ് മാരേജിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് മാത്രം ബെനിഫിറ്റ് ആവാതെ മാരേജിലുള്ള 2 പേർക്കും ബെനിഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തങ്ങളെ അടിച്ചമർത്തുന്നതായി തോന്നുന്ന ആചാരങ്ങളെ സജീവമായി പ്രതിരോധിക്കുന്ന സ്ത്രീകളുമായുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? എന്നുവെച്ചാൽ സമാധാന മത ഫെമിനിസ്റ്റുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ്. എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് അങ്ങനെ അല്ലെങ്കിൽ പറയുന്ന ടീംസ്, സമാധാന മതത്തിന് വേണ്ടി വാദിക്കുന്ന ടീംസിനെ പ്രതിരോധിക്കാൻ ഞാൻ വളരെ കടുത്ത ഭാഷയിൽ പ്രതിരോധിക്കാറില്ല. കാരണം ഞാനും പണ്ട് അവരുടെ ഒരു സ്ഥാനത്തായിരുന്നു. പക്ഷേ എന്നിരുന്നാലും വളരെ ക്രൂവലായിട്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പം തിരിച്ച് ഞാൻ അതിൻ്റെ എന്നോട് പറയുന്ന ആ ഭാഷയിൽ തന്നെ തിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എല്ലാവരോടും നമ്മൾ ഒരേ നിൽപ്പ് നിൽക്കാൻ പറ്റില്ലല്ലോ. രാജേഷ് കുതിരക്കോട് 9702 നിങ്ങളുടെ പദ്ധതി എന്താണ്? ഭയങ്കര വലിയ പദ്ധതിയാണ്. സമാധാന മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്താണ് വഴി? കേരളത്തിലെ സമാധാന മതക്കാർ സ്ത്രീകൾക്ക് നന്ദി. സമാധാന മതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്താണ് വഴിയെന്ന് വെച്ചാൽ സമാധാന മതത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിച്ചാൽ മതി, അപ്പോൾ കൂടുതൽ മനസ്സിലാകും. സിമ്പിൾ ലൈഫ് 8311 പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ടീംസിന് പേടിയുണ്ടോ? ഉണ്ട്, നല്ല പേടിയുണ്ട്. വിക്ടിനി ബോൾട്ട് അദ്വൈത വേദാന്തത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊരു മതവിഭാഗമല്ല, പക്ഷേ എനിക്കെപ്പോഴും അത് കൗതുകകരമായി തോന്നിയിട്ടുണ്ട്. പാലിക്കാൻ നിയമങ്ങളൊന്നുമില്ല. അദ്വൈത വേദാന്തം എനിക്കൊരു ബ്യൂട്ടിഫുൾ ഫിലോസഫി ആയിട്ട് തോന്നി. വായിച്ചിരിക്കാൻ നല്ല രസമാണ്. ഞാൻ സുപ്രീം യോഗ ഒക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് വായിച്ചിരിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലോസഫി ഐ വുഡ് സേ. അതിനപ്പുറം എനിക്കതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു വാം ഫസി ഫീലിങ്സ് ഒന്നുമില്ല.
സമാധാന മതത്തെ ഫലപ്രദമായി വിമർശിക്കണം എന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സും നമുക്ക് ഉപയോഗിക്കാം. നല്ല സമാധാനത്തോടെ വിമർശിക്കാം, കടുത്ത ഭാഷയിൽ വിമർശിക്കാം. അത് ഓരോ ഓഡിയൻസ് എങ്ങനെയാണോ ആ ഓഡിയൻസിലോട്ട് എന്ത് രീതിയിലാണ് അവർ അത് പെർസീവ് ചെയ്യുക എന്നനുസരിച്ചിട്ടായിരിക്കും വിമർശനത്തിൻ്റെ ലാംഗ്വേജ് മാറ്റേണ്ടത്. ചില ആളുകൾക്ക് ചില രീതിയിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ചില ആളുകൾക്ക് വേറെ രീതിയിൽ സമാധാനത്തോട് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും, ചില ആൾക്കാർക്ക് സമാധാനത്തോടെ അല്ല വേറൊരു ഭാഷയിൽ പറയേണ്ടി വരും. ചില ആൾക്കാർക്ക് ഹ്യൂമർ ആയിരിക്കും ഇഷ്ടം. നമ്മുടെ ഓഡിയൻസിന് എന്താണ് ഫലപ്രദമാവുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എളുപ്പമാണ്. സോ അത് ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ മെത്തേഡൊന്നും സമാധാനമത വിമർശനത്തിനില്ല. സൈനു മെറ്റ: നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ UAE ലീഡർ അബ്ദുള്ള അബ്ബാസിലുമായി സംവാദത്തിനുണ്ടോ? ഒരൊറ്റ കണ്ടീഷൻ, UAE സ്റ്റുഡിയോയിൽ വെച്ച് മാത്രം. അവർ UAE സ്റ്റുഡിയോ നിന്ന് പുറത്തിറങ്ങിയിട്ട് കടപ്പുറത്തൊക്കെ പോയി പിള്ളേർ വലിച്ചു കയറി ഭിത്തിയിൽ ഒട്ടിച്ച് എന്നാണല്ലോ ഞാൻ കേട്ടത്. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ കയറിക്കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, അതായിരിക്കും അവരുടെ സ്റ്റുഡിയോയിൽ എല്ലാവരും വിളിച്ചു വരുത്തുന്നത്. പിന്നെ അവർ പേര് അൺമാസ്കിങ് എന്നായ കാരണം മാസ്ക് എങ്ങാനും വലിച്ചു ഊരിയാലോ, അത് കാരണം ഞാൻ പോകുന്നില്ല. DC_room 2578: റിലീജിയൻ നിന്ന് പുറത്തു കടന്നിട്ടും ഇടയ്ക്കൊക്കെ ഒരു തോന്നലുണ്ടാവാറുണ്ട്, നമ്മൾ ചെയ്യുന്നത് റൈറ്റ് തന്നെയാണോ, ഇനി ഇതെങ്ങാനും ഒരു പരീക്ഷണം ആണോ എന്നൊക്കെ. അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ ഓവർകം ചെയ്യാനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? എനിക്കങ്ങനെ പരീക്ഷണമായിട്ടൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം നമ്മൾ മതം വിടുന്നത് നിസ്കരിക്കാൻ മടിയുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പെടുക്കാൻ മടിയുള്ളതുകൊണ്ടോ അല്ല. നമ്മൾ മതം വിടുന്നത് അത് കൃത്യമായി പഠിച്ച് അന്വേഷിച്ച് വായിച്ചറിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ മതം വിടുന്നുണ്ടെങ്കിൽ നമുക്കത് പരീക്ഷണമായി തോന്നില്ല. കാരണം ഈ പരീക്ഷണം എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത് തന്നെ മതത്തിൻ്റെ ഒരു സ്വഭാവമാണ്. വെച്ചാൽ മക്കൾ മരിച്ച ആൾക്കാരോട് ഇപ്പം അക്ബർ ഇപ്പോൾ അടുത്തൊരു പോസ്റ്റ് ഇട്ടു, മക്കൾ മരിച്ച ഫാമിലിനെ നോക്കിയിട്ട് മക്കൾക്ക് സ്വർഗ്ഗമുണ്ട്, നിങ്ങൾ സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു വൃത്തിയായിട്ടൊരു സംസാരമാണ് അങ്ങനെയൊക്കെ. അതുപോലെ പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും പരീക്ഷണം, നിങ്ങൾക്ക് എന്ത് നല്ലതുണ്ടെങ്കിലും പരീക്ഷണം. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോളിലൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഫിലോസഫി ആയിട്ട് നമ്മൾ ലൈഫിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല. ഇത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്, എനിക്കിങ്ങോട്ട് കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് തിരിച്ചു കിട്ടും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ ഫലമായിട്ടായിരിക്കും എനിക്ക് ഇങ്ങോട്ടുള്ള കോൺസിക്വൻസസ്, ഞാൻ ചെയ്യുന്ന ആക്ഷൻസിന് കോൺസിക്വൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ലൈഫ് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്കും പ്രവൃത്തികൾക്കൊക്കെ കോൺസിക്വൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ നമ്മൾ ലൈഫിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അത് വേറൊരു ബീയിങ് തരുന്ന പരീക്ഷണമാണ്, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ആ കൺട്രോളിലല്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ലൈഫ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും സങ്കടം മാത്രമായിരിക്കും ബാക്കി. ഓവർകം ചെയ്യാനുള്ള ടിപ്സ്: അങ്ങനെ ഓവർകം പരീക്ഷണമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. ഈ പരീക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്താണ്. പരീക്ഷണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള വളരെ നല്ലൊരു ടൂളാണ്. അപ്പോൾ മാനിപ്പുലേഷൻ ടാക്ടിക്സിനെ കുറിച്ച് പഠിക്കുക. മതം ചെയ്യുന്ന മാനിപ്പുലേഷൻ ടാക്ടിക്സ് എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കുക. Makoto_2026: സ്വന്തം സമൂഹത്തിലെ കാര്യങ്ങളെ ആളുകൾ വിമർശിക്കണം. ഓരോ സമൂഹവും മാറുന്നതും മുന്നോട്ട് നീങ്ങുന്നതും അങ്ങനെയാണ്. അത് വളരെ കാലം മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ മറിഞ്ഞിരുന്നു, പരസ്യമായി പുറത്തു വന്നില്ല. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ഒരു ദുർബല പെൺകുട്ടിയായി കണ്ട ഒരു സമൂഹത്തിൽ നിന്നാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ അവരെ എതിർക്കാൻ വരുന്നു എന്നതാണ്. മുന്നോട്ട് പോകൂ. താങ്ക് യു മക്കോട്ടോ. അതെ, എന്നെ ഒരു ദുർബല ആയിട്ട് കണ്ട സമൂഹത്തിൽ തന്നെയാണ് ഞാൻ വന്നത്. പ്രത്യേകിച്ച് ആണിനെയും പെണ്ണിനെയും വേറിട്ട് കാണുക, പെണ്ണുങ്ങൾ അടുക്കളയിൽ പാത്രം കഴുകാനുള്ളതാണെന്ന് പറയുക, അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ നിന്നാണ് ഞാൻ വന്നത്. മതവിമർശനത്തിനപ്പുറം ആ ഒരു അപ്ബ്രിങ്ങിങ്, എനിക്ക് അങ്ങനത്തെ ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നാലും കരിയർ വൈസ് ഞാൻ മുന്നോട്ട് വന്നതിൽ ഞാൻ പ്രൗഡാണ്. മക്കോട്ടോ അഗെയിൻ: there may be those who think that it's okay because they are not in Kerala, but there are Malayalis everywhere abroad. How is it going? Is it any difficult because of the Malayalis there? No. ഇല്ല, എനിക്കങ്ങനെ അവർ കാരണം ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഇല്ല, എനിക്കങ്ങനെ മലയാളികൾ കാരണം ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. Vinesh_1418: ഈ മതഭ്രാന്തന്മാരെ എതിർക്കാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. എവിടുന്ന് കിട്ടിയ ധൈര്യം? എനിക്ക് ധൈര്യമില്ല, അതുകൊണ്ടല്ലേ ഞാൻ മാസ്ക് ഇട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം: അമ്മനെ വിമർശിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് പരസ്യമായി രംഗത്തെത്തിയത്? കാരണം ഞാൻ പണ്ട് കടന്നുപോയ ഒരുപാട് സമാധാനമത ഫെമിനിറ്റി ലൈനുണ്ട്, അത് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ഈ മതം എന്ന് ഒരു സ്ത്രീ തുറന്ന് കാണിച്ചാൽ നന്നായിരിക്കും. കാരണം എൻ്റെ പോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, പക്ഷെ അവർക്കും പറയാനായിട്ടൊരു മീഡിയം ഉണ്ടാവില്ല. അപ്പം അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്
എൻ്റെ സ്ഥാനത്തുള്ള എല്ലാവർക്കും. പിന്നെ ഇരുട്ടിൽ പെട്ട് കിടക്കുന്ന സമാധാനബദ്ധത്തിലെ സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. ബീന സേവിയർ 4380, കാണാൻ കൊതിയുണ്ട് ഡിയർ സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. ഓ ബീന, താങ്ക് യു സോ മച്ച് ബീന. നിഷ്പക്ഷൻ, സ്ത്രീ പുരുഷ സമത്വം അന്താരാഷ്ട്ര നിയമമാക്കി ഇന്ത്യൻ ഭരണഘടനയും നടപ്പിലാക്കി. എന്നാൽ ഇന്ത്യയിൽ വ്യക്തി നിയമം എന്ന പേരിൽ സ്ത്രീവിരുദ്ധ നിയമം നിലനിൽക്കുന്നു. എന്തുകൊണ്ട് അതിനെതിരെ സമാധാന സ്ത്രീകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല? സമാധാന സ്ത്രീകൾ ഇന്നും മന്ദബുദ്ധിയിൽ തന്നെയാണോ? ഏറ്റവും വലിയ അനീതി നിലനിൽക്കുന്നു. ഇപ്പോൾ അടുത്ത് പബ്ലിക്കിൽ നിസ്കരിച്ച ഒരു സ്ത്രീ വൈറലായിരുന്നു. പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ സാധാരണ ഇവർ പറയുന്ന പോലെ എല്ലാവരെയും പേടി ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കിൽ കയറി ഡോമിനേറ്റ് ചെയ്യാമെന്നാണ് പെട്ടെന്ന് എല്ലാവരും കരുതിയത്. എന്നാലും ആ സ്ത്രീ അവരുടെ സ്വത്ത്, അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും പഠിച്ചിട്ടില്ല, എന്നാലും ആ സ്ത്രീ അവരുടെ സ്വത്ത് വീതം വെച്ചപ്പം, അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം സ്വത്ത് വീതം വെച്ചപ്പം അവർക്കൊന്നും കിട്ടാതെ അവർ തെരുവിലായതിനെതിരെ സമരം ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അതൊന്നും ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾ കാണുന്നില്ല. കാരണം അതിനൊരു മതം ആംഗിൾ വരുമ്പോൾ അവർക്ക് പറയാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരേ നിയമം വരണം. അതിനുവേണ്ടി ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ നിയമങ്ങൾ പുരുഷന്മാരെ പോലെ തന്നെ ഞങ്ങളും അർഹിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സ്ത്രീകൾ തന്നെ പുറത്തു വരണം. അവരെ വീട്ടിനുള്ളിൽ ഇരുത്തുന്നതും പൗരോഹിത്യ വർഗ്ഗമാണ്. വീട്ടിൽ നിന്ന് ഒരുപാട് പുറത്തിറങ്ങുന്ന ഒരുപാട് ഫെമിനിസ്റ്റുകളില്ലേ, അവരാരും ഈ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കില്ല. കാരണം അതിൽ മതത്തിൻ്റെ ആംഗിളുണ്ട്. സീക്ക് കോമൺ സെൻസ്. താങ്കളുടെ കാഴ്ചപ്പാട് ഈ സമുദായത്തിന് വല്ല മാറ്റവും അടുത്ത 10 കൊല്ലത്തിലുണ്ടാവും? ഒരുപാട് മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ വായിക്കും. അറ്റ്ലീസ്റ്റ് ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഉറക്കെ പറയാനും കുറച്ച് മടി ഉണ്ടാവും. അങ്ങനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരുപാട് മതം വിട്ട ആളുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നമ്മൾ ഇൻ്റർനെറ്റിൽ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയ അംശമായിരിക്കും. പക്ഷെ ഒരുപാട് ആൾക്കാർ പേടിച്ച് പുറത്ത് പറയാതിരിക്കുന്നുണ്ടാവും. അപ്പം 10 കൊല്ലത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സീ ടു സോ, വാട്ട്സ് ദാറ്റ് ഹെയർ കളർ പ്ലീസ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഡാർക്ക് റെഡ്. Okay, Susan Varghese 4962, when do you feel most validated about the choice you have made? അത് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ, കമൻസ് വായിക്കുമ്പോൾ എൻ്റെ അടുത്ത ആൾക്കാർ അവരുടെ കഥകളൊക്കെ പറഞ്ഞ് അവർ മതം വിടാനുണ്ടായ സാഹചര്യം, അവർ മതത്തിൽ നിന്ന് അനുഭവിച്ച ഒരുപാട് അനാചാരങ്ങളും അവരിൽ ഏൽപ്പിക്കപ്പെട്ട മുറിവുകളും ഒക്കെ ഓപ്പണായിട്ട് എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ആണ് ഞാൻ ചെയ്തതൊരു നല്ല കാര്യമാണ്. അതുപോലെ ഒരുപാട് മതം വിട്ട സ്ത്രീകൾ വന്നിട്ട് അവർ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തത് വളരെ നന്നായി. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് അതൊരു ആശ്വാസമായി എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ കൂടുതൽ വാലിഡേറ്റഡ് ആവുന്നത്. കൃഷ്ണ _R4B8Q, ഐ ഹാഡ് ക്രഷ് ഓൺ യു. അത് ഹാഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ ഹാഡ് അല്ല ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. വാട്ട് ആർ ദ പ്രാക്ടിക്കൽ ടിപ്സ് യു ക്യാൻ ഷെയർ വിത്ത് പീപ്പിൾ ഹു വാണ്ട്സ് ടു ഡു ഇറ്റ്, എസ്പെഷ്യലി ഗേൾസ്? നമുക്ക് മതം വിടാനുള്ള പ്രാക്ടിക്കൽ ടിപ്സ് ഗേൾസിനോടാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു എനിക്ക് പറയാനുള്ളത് ഗേൾസിനോട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഒരുപാട് പഠിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ പറ്റുള്ളൂ പബ്ലിക്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് നിൽക്കേണ്ടി വരാനുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. റെയിൻബേർഡ്, കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും? സമാധാനമതക്കാർ കേരളത്തിനെ പിടിച്ചടക്കുമോ? ഒരു 10 വർഷത്തിനുള്ളിൽ മതം വിടുന്നവർ വർദ്ധിച്ച് സമാധാന അധിനിവേശം ഇല്ലാതെയാവുമോ? മതം വിടുന്നവർ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ മക്കളാകുമ്പോൾ തന്നെ ഒരുപാട് ഈ മതം ഇൻജെക്റ്റ് ചെയ്യുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്ന് പിള്ളേരെ ചേർക്കുക. അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ മതത്തിനുള്ളിലെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാലം മതത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത്, മോശയെ കുറ്റം പറയാൻ പറ്റുമോ എന്നാണ്. മുമ്പൊക്കെ നബിക്ക് 3 പ്രവാചകർ വന്നിട്ടുണ്ട്, അവരെ യുദ്ധവും കൊള്ളയും ചെയ്തിട്ടുണ്ട്, അതെന്താണ് നിങ്ങൾ പറയാത്തത്? ഓക്കെ, മൂസ നബി കൊള്ളയും കൊലയും ചെയ്തിട്ടുണ്ട്, പക്ഷേ മോശ എന്ന് പറഞ്ഞാൽ 80% ഫോളോവേഴ്സ് നഷ്ടപ്പെടും. ഓക്കെ, എന്ന പേടിയാണോ? സംഖ്യാപുസ്തകം യഹോവ, ഓക്കെ, ഇത് കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഇത് കുറേ മോശം കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മോശം പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മോശയെ തല്ലി പറയും. 80% ആൾക്കാർ ഈ വീഡിയോ കണ്ടതിന് ശേഷം അൺഫോളോ ചെയ്ത് പോകാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്, ഈ പറഞ്ഞതനുസരിച്ച് ഇയാൾ എഴുതിയതനുസരിച്ച് മോശാൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, മോശയെ ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി 80% ഫോളോവേഴ്സും ഒഴിവായി പോകുമെന്ന് നോക്കട്ടോ. എന്നിട്ട് എന്തായാലും 80% ഫോളോവേഴ്സ് പോകുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ കമൻ്റ് ഇട്ട മാന്യദേഹം വന്നിട്ട് നോക്കാം പറഞ്ഞത് ശരിയാണോ അല്ല എന്നുള്ളത്. അപ്പം മോശയെ ഞാൻ തള്ളിപ്പറഞ്ഞിരിക്കുന്നു.
ഇന്ദ്രദേവ് _K_A_173 ചോദിച്ചിരിക്കുന്നത് മതം വിടുന്നതിന് മുമ്പ് ഞാൻ എത്രത്തോളം മതത്തിൻ്റെ വക്താവായിരുന്നു എന്നാണ്. മതം മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നതിന് മുമ്പ് എത്രത്തോളം അതിനെ ഫോളോ ചെയ്തിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ബിഗ് ഫാൻ ബൈ ദ വേ. താങ്ക് യു ഇന്ദ്രദേവ്. ഞാൻ വളരെയധികം സമാധാന മതത്തെ പൊക്കിക്കൊണ്ട് നടന്ന ഒരാളായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുക, കൂടുതൽ അറിയുക, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക്. അങ്ങനെ കൂടുതൽ വായിച്ച് ആണ് എനിക്ക് എൻ്റെ സത്യം മനസ്സിലായത്. ഓക്കെ, ആനന്ദ് _മുരളി. ഹായ് ദേർ, ഗ്രേറ്റ് വീഡിയോസ്. സംസാരിക്കുന്ന സ്പീഡ് അല്പം അഡ്ജസ്റ്റ് കുറക്കുക ആക്കുവാണ് ബെറ്റർ ലിസണിങ് എക്സ്പീരിയൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ജസ്റ്റ് എ സജഷൻ. താങ്ക് യു ആനന്ദ് __ മുരളി. ഞാൻ നന്നായിട്ട് സ്പീഡ് കുറച്ച് സംസാരിക്കാം. പക്ഷേ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെ സ്പീഡ് കുറച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എല്ലാവരുടെ വീഡിയോസും 1.25 1.5 സ്പീഡിലാണ് കാണാറ്. അപ്പം എനിക്ക് ഫിസിക്കലി പോസിബിൾ അല്ല സ്പീഡ് കുറച്ച് സംസാരിക്കുന്നതിന്. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. പക്ഷേ ഞാനത് മാക്സിമം ശ്രമിക്കാം. പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്നില്ല. ഇതിനിടയിൽ വേറെ കുറേ റിപ്ലൈ വന്നിട്ടുണ്ട്, പാത്തുൻ്റെ സ്പീഡ് അവർക്ക് ഇഷ്ടമാണെന്നുള്ളത്. സോ അവർക്ക് അങ്ങനെ 2 ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുക. ആ 2 ആൾക്കാരെ വിചാരിച്ച് ഞാൻ ഈ സ്പീഡിൽ സംസാരിക്കുക. പ്ലീസ് ദയവ് എന്നോട് സ്പീഡ് കുറക്കാൻ പറയല്ലേ. കാരണം എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറക്കാൻ. നിങ്ങൾ ആ സെറ്റിങ്സിൽ പോയിട്ട് 1 എന്നുള്ളതിന് പകരം -1.25 കൊടുത്തോളൂ. അപ്പം പതുക്കെ കേൾക്കാം. നിഷ്പക്ഷൻ അഗെയിൻ. പുസ്തകത്തിൽ സ്ത്രീകളെ അവഹേളിക്കുന്ന അനേകം വചനങ്ങളുണ്ട്. ഭാര്യമാരിലും അടിമ സ്ത്രീയിലും ഒഴികെ എന്നുള്ള വചനം ലോകത്തുള്ള സർവ്വ സ്ത്രീകളെയും അപമാനിക്കലാണ്. അതിനെതിരെ ലോകത്തുള്ള സർവ്വ സ്ത്രീകളും പ്രതിഷേധിക്കേണ്ടതല്ലേ? ലോകത്തുള്ള സർവ്വ സ്ത്രീകളും പ്രതിഷേധിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ സമാധാന മതത്തിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾ പ്രതികരിക്കണം. കാരണം ഇത് വായിച്ചിട്ട് ഈ മതം വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് നമ്മളെ സെൽഫ് റെസ്പെക്റ്റിന് കോട്ടം തട്ടുന്ന കാര്യമാണ്. സോ അറ്റ്ലീസ്റ്റ് എല്ലാ സ്ത്രീകളും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ മതത്തിൽ നിൽക്കുന്ന സ്ത്രീകളെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിക്കുക. നിങ്ങൾ പിൻപറ്റുന്ന ഈ ആശയം ശരിക്കും സ്ത്രീകളെ സഹായിക്കാനുള്ളതാണോ അതോ സ്ത്രീകളുടെ ശവപ്പറമ്പാണോ എന്നുള്ളത്. താജുദ്ദീൻ PK _M2E. പിങ്കുമായി ചേർന്ന് കൂടുതൽ വീഡിയോസ് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ രണ്ടും ചേരുമ്പോൾ വേറെ ഒരു വൈബാണ്. യെസ്, എനിക്കും പിങ്കിൻ്റെ കൂടി വീഡിയോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളൊരു നല്ലൊരു വൈബാണ്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പാത്തു ആൻഡ് പിങ്ക്. എന്നിട്ട് അതിൽ കുറേ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ എന്തായാലും ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. സോ അതൊക്കെ നിങ്ങൾക്ക് വൈകാതെ കാണാം. ഞാൻ ഈ ചാനലിൽ അനൗൺസ് ചെയ്യും. എടക്കാടൻ. What experiences or reflections led you to begin distancing yourself from an ideology that you felt constrained, independent thinking through fear? When did this awareness first emerge? അത് ഓരോ ചെറിയ സ്പാർക്കുകളായിരുന്നു ഫസ്റ്റ് തന്നെ. കാരണം ഞാൻ ആദ്യം ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് തോന്നിയിരുന്നു. പക്ഷേ അന്ന് ആ തോന്നൽ ഷെയർ ചെയ്യാൻ പേടിയായിരുന്നു ആരോടെങ്കിലും. പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഇതുപോലെ തോന്നൽ ഷെയർ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്, എനിക്ക് മാത്രമല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാലം മനസ്സിൽ കിടന്ന ചെറിയ സ്പാർക്കൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ജസ്റ്റിഫൈ ചെയ്ത് നോക്കിയിരുന്നു. ഇപ്പോൾ മുത്തുനബിയെക്കുറിച്ചൊരു ഹദീസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ന്യായീകരിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ന്യായീകരിക്കാൻ. പക്ഷേ ഇങ്ങനെയെങ്കിലും ന്യായീകരിച്ച് ഞാൻ കൊണ്ടുവന്നിരുന്നു. കുറേ കാലം കഴിയുമ്പോൾ ന്യായീകരണങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുകയും എന്നെപ്പോലെ സംശയമുള്ള ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അവർക്കൊന്നും യഥാർത്ഥ മറുപടി കിട്ടിയിട്ടില്ല, എനിക്ക് മറുപടി കിട്ടാത്ത പോലെ അവർക്കും കിട്ടിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ മതം വിടാൻ തീരുമാനിച്ചത്. പാലാരിവട്ടം ശശി പാലാരിവട്ടം. മുഖം കാണിച്ച് വേറെ ഏതെങ്കിലും ചാനലിൽ റീൽസ് ചെയ്തിട്ടുണ്ടോ മതവിമർശനം അല്ലാതെ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അമ്പട പുളിസു, എന്നെ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് ഞാൻ എൻ്റെ ഫേസ് അവിടെ ഉണ്ടോ നോക്കാനല്ലേ? കിട്ടൂല. ടൈം ട്രാവലർ 5637. ഓക്കെ, ബദർ യുദ്ധം അല്ല കൊള്ളയാണോ? കൊള്ളയാണ്, അത് യുദ്ധമല്ല. അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ജബർമാഷ് ചെയ്തിട്ടുണ്ട്, ലിയാക്കത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം ഓൾറെഡി അത് റിഡൻഡൻ്റ് ഉണ്ടാവും. അവരൊരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തതാണ്. അപ്പോൾ അത് പോയി നോക്കാം. അൻവർ KV 4715. സമാധാന മതത്തിൽ അഴിഞ്ഞടാൻ അനുവദനീയം. അഴിഞ്ഞടാനല്ല, അഴിഞ്ഞാടാൻ. അവിടെ ഒരു ദീർഘത്തിൻ്റെ കുറവുണ്ട്. എന്താ പറയാ ഞാൻ ഈ മോനോട്? അനുവദനീയം അല്ല. സമാധാന മതം വിട്ടാൽ പിന്നെ ഇഷ്ടം പോലെ അഴിഞ്ഞാടാലോ. വീണ്ടും എൻ്റെ മുത്തേ, ഇത് മദ്രസയിൽ പോയിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചാൽ ഇതാണ് പ്രശ്നം. സ്കൂളിൽ പോകാൻ വിട്ട സമയത്ത് മറ്റേ മാങ്ങ എറിഞ്ഞിരുന്നാൽ മീൻ പിടിക്കാനൊക്കെ പോയാൽ ഇങ്ങനെയായിരിക്കും കമൻറ്റ് വന്നിടുക. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ കമൻറ്റ് ഇടുമ്പോൾ ഗ്രാമറൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കുട്ടി. അഴിഞ്ഞാടാലോ എന്ന് കരുതിയാണോ സമാധാന മതം വിട്ടത്?
മറുപടി പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ ലൈനൊക്കെ വളരെ നല്ല, പണ്ട് കത്തെഴുതൂലേ, മറുപടി പ്രതീക്ഷിക്കുന്നു, മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, തരാം, മറുപടി തരാം. അങ്ങനെ എന്താണ് ഈ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ അഴിഞ്ഞടാൻ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതൊന്ന് ഡിഫൈൻ ചെയ്യുമോ? കാരണം എനിക്കെന്താണ് ഈ അഴിഞ്ഞടം എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഈ മറ്റേ ആയിഷ സഫ്വാൻ്റെ കൂടെ കുറച്ച് കാലം കറങ്ങിയിട്ടില്ലായിരുന്നു, അതാണ് അഴിഞ്ഞടാൻ എന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവത്തിനാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ മതം വിട്ടത്. മറുപടി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അൻവർ. പ്രദീപ് M_RC9DT. എത്ര വർഷമായി നിങ്ങൾ മതം ഗൗരവമായി ഉപേക്ഷിച്ചിട്ട്? ഒരു 6 കൊല്ലമായിട്ടുണ്ടാവും, ഒരു 6-7 കൊല്ലമായിട്ടുണ്ടാവും. നിങ്ങൾ സമാധാന മതത്തിന് വേണ്ടി വാദിച്ചോ? ഒരുപാട് വാദിച്ചിരുന്നു. ഞാൻ സമാധാന മതത്തിൻ്റെ ഒരു ടോപ്പ് വക്താവായിരുന്നു. ഇറ്റേണൽ ഇവനസ്. ആദ്യ ചോദ്യം, മതം വിട്ടതിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അത് എടുത്തോ എന്നാണ്. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. കാരണം നമ്മളെ സെയിം ഡൗട്ട്സ് ഉള്ള വേറെ ആൾക്കാരെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെയിം ചിന്താഗതിയുള്ള വേറെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാനൊരു നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടി എന്നുള്ളത് വളരെ നല്ലൊരു ഗുണമാണ്. അതുപോലെ അക്കൗണ്ടബിലിറ്റി, ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ചെയ്യുന്ന ആക്ഷൻസിൻ്റെ കോൺസിക്വൻസസ് എനിക്ക് തന്നെ കിട്ടും എന്നുള്ളത്. അപ്പോൾ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നമ്മൾ സ്വയം ചെയ്യാം, അങ്ങനത്തെ ഒരു ചിന്താഗതി വന്നു. ടേക്ക് എവേ എന്താണ് എൻ്റെ അടുത്ത് നിന്ന് എടുത്തെന്ന് വെച്ചാൽ സെക്യൂരിറ്റി എന്ന് എടുത്തെന്ന് പറയാം. കാരണം നമ്മളിത് മതം വിട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി ത്രെറ്റനല്ലേ. പക്ഷേ നമ്മൾ ആ മതത്തിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ലൊരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ സെക്യൂരിറ്റി പോയി. മോസ്റ്റ് റീസെൻറ്റ് ചേഞ്ച് ഇൻ പേഴ്സ്പെക്റ്റീവ്, ഈ മതത്തിനെ കുറിച്ചുള്ള മോസ്റ്റ് റീസെൻറ്റ് ചേഞ്ച് പേഴ്സ്പെക്റ്റീവ് ഇല്ല. പണ്ടുണ്ടായിരുന്ന ചിന്താഗതി, ഈ മതത്തെക്കുറിച്ച് പണ്ടുണ്ടായിരുന്ന ചിന്താഗതികൾ തന്നെയാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതൊന്നും മാറിയിട്ടില്ല. ഞാൻ പണ്ട് ആശിച്ചിരുന്നു എല്ലാവരും കുറച്ചും കൂടെ ഒന്ന് നന്നാവുമെന്നൊക്കെ, പക്ഷെ ഇപ്പോഴും അങ്ങനെയാണ് ഉള്ളത്. പിങ്ക് ആയിട്ടുള്ള പുതിയ ചാനൽ കണ്ടൻസ് എപ്പോൾ വരും? അത് നമ്മളതിൻ്റെ പണിപ്പുരയിലാണ്, എത്രയും വേഗം വന്നിരിക്കും. എനിക്കത് പുറത്തു വരാഞ്ഞിട്ട് നല്ല സങ്കടമുണ്ട്, പക്ഷെ ഞാനും അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ പോലെ. അത് നമ്മളതിൻ്റെ പണിപ്പുരയിലാണ്, എത്രയും പെട്ടെന്ന് പുറത്തിറക്കിയിരിക്കും. PKI 7710. പിങ്കിക്ക് കൊടുത്ത് പ്രോമിസ് 1 million ആയാൽ ചെയ്യുമല്ലോ അല്ലേ? ജസ്റ്റ് ജോക്ക്, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, യെസ്, 1 million ആയാൽ നമുക്ക് നോക്കാം. ജൽജൽ ജയ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ സമാധാന മതത്തിലെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ എങ്ങനെ സാധിച്ചു? ആദ്യമായി മതത്തിൽ തോന്നിയ പോരായ്മ എന്താണ്? ആദ്യമായിട്ട് എനിക്ക് തോന്നിയ പോരായ്മ സ്ത്രീ വിരുദ്ധതയാണ്. കാരണം എങ്ങനെയാണ്, ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് മുത്തുനബി കല്യാണം കഴിച്ചു, ഒരുപാട് കല്യാണം കഴിച്ചിരുന്നു എന്നാണ്. ആ സമയത്ത് നമുക്ക് അടിമ സ്ത്രീകളുടെ കാര്യം അറിയില്ല. അപ്പോൾ എനിക്കതൊരു പോരായ്മയെ തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ വളർന്നു വരുന്ന ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് കല്യാണം കഴിക്കുന്നതല്ല ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കൾച്ചറിൽ ഈ ഒരു കാര്യം പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ഉസ്താദിനോട് ചോദിക്കുമായിരുന്നു, എന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ 4 കെട്ടെന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ ഉസ്താദ് എന്ന്. ആ സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീവിരുദ്ധതയാണ് എനിക്കതിൽ ഏറ്റവും മോശമായിട്ട് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആദ്യത്തെ കാര്യം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് അത് എങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഇത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് വൈറ്റ് വാഷ് ചെയ്യാൻ നോക്കും. വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഡൗട്ട് വരുമ്പോൾ പിന്നെയും വൈറ്റ് വാഷ് ചെയ്യും. അങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് ഏച്ചു കുട്ടികൾ മുളച്ചിരിക്കും എന്ന് പറയുന്ന പോലെ ഒരുപാട് വൈറ്റ് വാഷ് ചെയ്തപ്പം അവസാനം ഇതൊക്കെ അങ്ങോട്ട് പൊട്ടിത്തകർന്നു. മാധവി _J2E. സമാധാന മതത്തിനെ രക്ഷിക്കാൻ സമാധാന മതത്തിലെ സ്ത്രീകൾ ചെയ്യുന്ന ത്യാഗങ്ങൾ എന്തെല്ലാമാണ്? ഒരു സമാധാന മതത്തിലെ സ്ത്രീ എന്ന നിലയിൽ ഒരു വീഡിയോ ചെയ്യാമോ? ഞാനിങ്ങനെ സമാധാന മതം എന്ന് മാത്രം പറയുന്നത് അതിന് വേറൊരു കാരണം എടുത്ത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും പറയാം. വീഡിയോ ചെയ്യാമോ? ഓഫ് കോഴ്സ് ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും വേഗം അത് ചെയ്യാം. ഫൗസുദ്ദീൻ ചോദിക്കുന്നത്, താൻ ഏത് ജില്ലക്കാരിയാണ്? ഞാനും മട്ടാഞ്ചേരി ജില്ല. ജോമാൻ ജനനി ചോദിക്കുന്നത്, ഒരു വീഡിയോയിൽ കണ്ടു മുത്തുനബിക്ക് ചെറിയ പ്രായത്തിൽ ആൾക്കാർ അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമെന്ന്. മുത്തുനബിയെ ചെറിയ കുട്ടിയാകുമ്പോൾ ഉപദ്രവിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം ചെറിയ കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ ഒരു മാലാക വന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയം കഴുകി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ അങ്ങനത്തെ ഒരു ഹാലൂസിനേഷൻസൊക്കെ ആൾക്ക് അന്നേ ഉണ്ടായിരിക്കണം. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഓക്കെ, രാജു ആലോർ ചോദിക്കുന്നത്, പുസ്തകം വായിച്ചാൽ മനസ്സിലാവും മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് ഈ ദൈവം എന്നുള്ളത്. ഇത് എല്ലാവർക്കും, എല്ലാ സമാധാന മതക്കാർക്കും ഓൾറെഡി ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അത് മനസ്സിലാവില്ല. കാരണം അത് അത്രയും തലച്ചോറിനുള്ളിലോട്ട് ഇൻജെക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് ഈ മതം, ഈ മതത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഇൻജെക്റ്റ് ചെയ്ത് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇൻജെക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇത് ഒരിക്കലും നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെ
മുത്തുനബി ഉണ്ടാക്കിയത് ആണ് പറയേ, അങ്ങനെ നമുക്കങ്ങനെ ഒരു മുത്തുനബി ഉണ്ടാക്കിയതാണ് പടച്ചോന്ന് പറയേ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റില്ല. അത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കിൽസ് വളരണം. അത് ചെറുപ്പം തൊട്ടേ ക്രിറ്റിക്കൽ തിങ്കിങ് സ്കില്ല് അടിച്ച് അമർത്തി ഇട്ടുണ്ടാവും മദ്രസയിൽ നിന്ന്. അനിൽകുമാർ, മുസംഗി ആണോ? മുസംബി എന്നാണ് ഉദ്ദേശിച്ചത്. മുസംബി എനിക്ക് ഭയങ്കര ഇഷ്ടം. തോട്ട്സ് ഓൺ സമാധാന മതത്തിലെ അപ്പോളജിസ്റ്റുകൾ, അവരൊരു ജോക്കാണ്, ഒരു വലിയ ജോക്ക്. ചില വ്യക്തിപരമായ ചോദ്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ മാത്രം ഉത്തരം നൽകുക. നിങ്ങൾ വിവാഹിതനാണോ? വിവാഹിതനല്ല. നിങ്ങളുടെ പ്രായം എത്രയാണ്? ചെറിയ പ്രായം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ എവിടെ ഇരിക്കുകയാണ്? എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അടുത്താണ് താമസം. ഐ ആം മിസ്റ്റർ ഡിങ്കൻ ചോദിക്കുന്നത്. ഡിങ്കനോ? ഭഗവാനെ സല്യൂട്ട്. തലയിൽ തട്ടത്തിന് പകരം വിഗ് വെച്ചാൽ പടച്ചോൻ ഹാപ്പി ആകുമോ? മുടി കാണാതിരുന്നാൽ പോരെയാ? ഇല്ല, അത് നമുക്ക് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വിഗ് കണ്ടാൽ കൺട്രോൾ പോകുന്ന ആൾക്കാരാണ് പടച്ചോൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് കാരണം പടച്ചോൻക്കറിയാം വിഗ് ഉപയോഗിക്കാൻ പാടില്ല. ജേക്കബ് മാറ്റ്, ആർ യു ഫീലിംഗ് സേഫ് വെർ യു ആർ? യു നോ സമാധാന മതം കൊല്ലും. ഇപ്പോൾ ഞാൻ സേഫാണ്, കുറച്ച് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. മോക്കിൻസ് ചോദിക്കുന്നത്, ലോകത്തിലെ അറിയപ്പെടുന്ന ആളുകൾ സമാധാന മതം വിട്ടിട്ടും പിന്നെയും അവർ ആളുകളെ എന്തുകൊണ്ട് സമാധാന മതത്തിലേക്ക് ആകർഷിക്കുന്നു, അവരെന്തുകൊണ്ട് പ്രചാരണം ചെയ്യുന്നു സമാധാന മതത്തിന് വേണ്ടിയിട്ടെന്നാണ്. അതെന്ന് വെച്ചാൽ ഈ സമാധാന മതം ഒരു തരം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സ്കീം പോലെയാണ്. നമ്മളിപ്പോൾ ഒരാളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട്. നമ്മളൊരാളെ സമാധാന മതത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോകും. ഞാൻ എന്തായാലും പെട്ടു, ഇനി എല്ലാവരും പെടട്ടെ എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. അഗ്നാസ്റ്റിക് മാൻ ചോദ്യങ്ങൾക്ക് മറുപടി പ്രതീക്ഷിക്കുന്നു. എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുത്തുനബി ഒരു പ്രവാചകനല്ല, പ്രവാചകൻ്റെ ക്വാളിറ്റി ഇല്ല? എനിക്കത് മനസ്സിലാക്കിയത് ആളുടെ പേഴ്സണൽ ലൈഫ് നോക്കിയിട്ടാണ്. ആ പേഴ്സണൽ ലൈഫിൽ ആളെന്ത് ചെയ്തു എന്നുള്ളത്. കാരണം പൊതുവേ ഒരാളെ നമ്മളൊരു പരിശുദ്ധമായ കാറ്റഗറിയിലോട്ട് പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം പെട്ടെന്ന് അയാൾക്ക് ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയലാണ്. പക്ഷേ മുത്തുനബിയുടെ കാര്യം വരുമ്പോൾ ഇല്ല, മൂപ്പർക്ക് താല്പര്യമില്ലാത്തതായിട്ടൊന്നുമില്ല. മൂപ്പർക്ക് അടിമ സ്ത്രീകളെയും അതുപോലെ ശരീരം ദാനം ചെയ്യാൻ വരുന്നവരും ഒരു കാർഡ്ബോർഡ് ബോക്സിനെയും എല്ലാത്തിനും മുത്തുനബിക്ക് താല്പര്യമാണ്. മുത്തുനബി ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യനില്ലെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. മുത്തുനബിയുടെ സൃഷ്ടിയായിട്ടുള്ള പടച്ചോന് ഒരു നല്ലൊരു ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിയത് പടച്ചോൻ ഖുറാനിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഞാൻ ജബ്ബാർ മാഷിൻ്റെ കൂടെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വന്തം മക്കളെ പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു പറയില്ലല്ലോ. പക്ഷേ പടച്ചോൻ പറയുന്നുണ്ട്, നിങ്ങൾ അവൻ്റെ തല വെട്ടിക്കൊണ്ടു പോവുക, എല്ലാവരെയും മക്കളെ പോലെയാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു മക്കളെ വേറെ മക്കളോട് അടിച്ച് തല വെട്ടിക്കൊണ്ടുവരാനൊക്കെ പറയുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, സമാധാന മതത്തിലെ സ്ത്രീ വിരുദ്ധത ഫോക്കസ് ചെയ്ത് കിതാബുകളിൽ റെഫറൻസ് വെച്ച് 30 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ഇട്ടാൽ ഈമാനുള്ള സത്യവിശ്വാസിനികൾക്ക് ഉപകാരപ്പെടും. ഉറപ്പായിട്ടും ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജേക്കബ് വി ജെയിംസ് 8245, കല്യാണം കഴിച്ചോ? ഇല്ല, കഴിച്ചിട്ടില്ല, കഴിക്കണം. നാളെ ഇതേ സമയത്ത് ആയാലും അത്ര നല്ലത്. കൃത്തിക് 2673, പാത്തു അടിപൊളിയാണ്. പാത്തുൻ്റെ സർക്കിളിൽ വേറെ മതം വിട്ട ഗേൾസിനെ അറിയാമോ? താങ്ക് യു കൃത്തിക്. അറിയാം. സ്ലിക്ക് ഷാഡോ 777, നിങ്ങൾ AI ആണോ? അല്ല, ഞാൻ മനുഷ്യ സ്ത്രീയാണ്. വിശ്വാസം വിട്ടിട്ട് പബ്ലിക്കായി വീഡിയോ ഇട്ട് വരുന്നതിന് മുമ്പ് എത്ര കാലം ഫേക്ക് ഐഡിയിൽ ഇൻ്റർനെറ്റിൽ ചുറ്റിക്കറങ്ങി? ഞാൻ അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടില്ല. ഇഷ്ടപ്പെട്ട സിനിമ, വെബ് സീരീസ്, ആനിമെ, കോമിക്സ്, ആനിമേറ്റഡ് മൂവീസ്? അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ വേറെ തന്നെ വീഡിയോ ചെയ്യേണ്ടി വരും. ഒരുപാടുണ്ട്. എനിക്ക് സിനിമ കാണാനും സീരീസ് കാണാനും വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴെങ്കിലും പറയാം. അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, എനിക്കിഷ്ടമുള്ള മൂവീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടും സീരീസിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ലിങ്ക് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യാം. ഈ വീഡിയോയിലല്ല, വേറെ എവിടെയെങ്കിലും മൂവി റിവ്യൂസൊക്കെ ചെയ്യുമ്പോൾ. എനിക്ക് മൂവീസ് വളരെ ഇഷ്ടമാണ്. ഈ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം ജസ്റ്റ് ടോപ്പ് ഓഫ് മൈ ഹെഡ് എനിക്ക് ഓർമ്മ വന്ന് ഫ്ലീബാഗ്, ഗെയിം ഓഫ് ത്രോൺസ്, മൂവീസിലാണെങ്കിൽ ഇൻസെൻറ്റീസ്, പിന്നെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, ഒരുപാടുണ്ട്. ഇപ്പം അടുത്ത് കണ്ടത് ബ്യൂഗോണിയ എന്നുള്ള പടമാണ്. യാർഗോസ് ലാന്തിമോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് ഡയറക്ടറിൻ്റെ പടമാണ്. അത് എനിക്ക് ഇപ്പോൾ അടുത്ത് കണ്ടതിൽ വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അപ്പം ബ്യൂഗോണിയ കാണാത്തവരൊക്കെ പോയി കാണാം. സ്പെല്ലിങ് BUGONIA, ബ്യൂഗോണിയ. എമ്മ സ്റ്റോൺ ആൻഡ് ജെസ്സി പ്ലെമൻസ് ചെയ്ത മൂവിയാണ്. അടിപൊളി പടം. സോ കാണാത്തവരൊക്കെ പോയി കാണാം. കിറ്റി ശർമ്മ, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാണോ? ഞാൻ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ വീട്ടുകാരും കൂടെ നിർബന്ധിക്കണ്ട, എന്നാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. AJ തോമസ് 770, യുവർ ബാക്ക് സ്റ്റോറി എസ്പെഷ്യലി വെൻ യു റിയലൈസ് ദ ട്രൂത്ത്.
അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഫുള്ളായിട്ട് ഇടാം. കാരണം ഈ സെയിം ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് ഫുള്ള് ഡീറ്റെയിൽ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വായിച്ച കഥകളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ആൽബർട്ട് പി ജോൺ ചോദിക്കുന്നത്, നിങ്ങളുടെ കുടുംബം നിങ്ങൾ അംഗീകരിച്ചാലും ഈ സമാധാന മതത്തിനെതിരെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഇടുന്നതൊക്കെ നിർത്തുമോ എന്നാണ്. ഇല്ല, ഞാൻ വീഡിയോ ഇടുന്നത് തൽക്കാലം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയൊക്കെ തന്നെ ചോദ്യങ്ങളുള്ളൂ. വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് അത് എടുക്കാൻ പറ്റില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ ആൻസർ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വീഡിയോ കുറച്ച് ഷോർട്ടാക്കാം എന്ന് വിചാരിച്ചു. യെസ്, താങ്ക് യു സോ മച്ച്. കുറേ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് താങ്ക് യു. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.